ഹായ് മക്കളെ, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആൾഡോൾ കണ്ടൻസേഷൻ അല്ലേ. അപ്പോൾ ഈ ആൾഡോൾ കണ്ടൻസേഷൻ്റെ ഒരു ഷോർട്ട് കട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാം, ആ ഷോർട്ട് കട്ട് എന്ത് ചെയ്യാൻ പറയാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് ദി ആൾഡോൾ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് ഫോളോയിങ് റിയാക്ഷൻ. അതായത് എൻ്റെ കയ്യിൽ ആരുണ്ട്, CH3CO CH3 ഉണ്ട്, അതേപോലെ CH3C ഡബിൾ ബോണ്ടോ എച്ചും ഉണ്ട്. രണ്ടും ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആണ്. ആ രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾക്കും ആ രണ്ടാൾക്കും എന്തുണ്ട്, ആൽഫ എച്ചും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അവിടെ 4 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ കിട്ടും. അപ്പോൾ ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രൊഡക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പം പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അറിയാം, പ്രൊഡക്റ്റിൽ നിന്നും റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇത് പ്രൊഡക്റ്റ് ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ നിങ്ങൾ ഏതൊക്കെ ആൾഡിഹൈഡ് അല്ലെങ്കിൽ ഏതൊക്കെ കീറ്റോൺ എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് റിയാക്റ്റൻസ് എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷോർട്ട് കട്ട് എന്താ, നിങ്ങൾ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഇതൊരു സൈഡും ഇതൊരു മറ്റൊരു സൈഡും അല്ലേ. എടാ ഈ ഒരു സൈഡിൽ ആൾറെഡി എന്തുണ്ട്, ഒരു ഓ ഉണ്ട്. അപ്പോൾ ഓ ഉള്ള സൈഡിന് എന്ത് ചെയ്യരുത്, ഓക്സിജന് കൊടുക്കരുത്, 2 എച്ചിന് കൊടുക്കുക. അതായത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, വാട്ടറിനെ ആഡ് ചെയ്യുക. വാട്ടറിൽ 2 എച്ചും ഒരു ഓയും ആണുള്ളത്. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഓക്സിജൻ ഇല്ലാത്ത ഭാഗത്ത് ഡബിൾ ബോണ്ട് ഓ കൊടുക്കുക, ഓക്സിജൻ ഉള്ള സൈഡിൽ 2 എച്ചിനെയും കൊടുക്കുക. അപ്പം ഈ ഒരു കോമ്പൗണ്ട് CH3COCH3 കിട്ടി, CH3COCH3 കിട്ടി. ആ CH3COCH3 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും സെൽഫ് കണ്ടൻസേഷൻ നടന്നാൽ ഈ കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, ഈ പ്രൊഡക്റ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഓക്സിജൻ ഇല്ലാത്ത സൈഡിൽ ഓക്സിജന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഓ കൊടുക്കുക, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ഓക്സിജൻ ഉള്ള സൈഡിൽ 2 എച്ചിനെ കൊടുക്കുക, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. CH3CHOയും CH3COCH3 അത് രണ്ടാളും ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവർ തമ്മിൽ ക്രോസ് നടന്നാൽ ഈ കോമ്പൗണ്ട് കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. അടുത്തതിലോട്ട് പോകാം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഓക്സിജൻ ഇല്ലാത്ത ഭാഗത്ത് ഡബിൾ ബോണ്ട് ഓ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി, CH3CHO കിട്ടി. ഓക്സിജൻ ഉള്ള സൈഡിൽ 2 എച്ചിനെ കൊടുക്കുക, അപ്പോൾ CH3CHO കിട്ടി. അതായത് CH3CHO എന്നുള്ള ആൾ ഇവിടെ ഉണ്ടല്ലോ. ഈ രണ്ടാൾക്കും സെൽഫ് നടന്നാൽ ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോമ്പൗണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് വരാം. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഓക്സിജൻ ഇല്ലാത്ത സൈഡിൽ ഓക്സിജനെ കൊടുക്കുക. CH3COCH3 അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ട്. ഓക്സിജൻ ഉള്ള സൈഡിൽ 2 എച്ചിനെ കൊടുക്കുക, ഇവിടെ 2 എച്ചിനെ കൊടുത്താൽ CH3CH2CHO. ഈ CH3CH2CHO എന്നുള്ള ആൾ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, ഇല്ല. അതുകൊണ്ട് CH3CH2CHOയും CH3COCH3യും തമ്മിൽ ക്രോസ് നടന്നാൽ ഈ കോമ്പൗണ്ട് കിട്ടുള്ളൂ. പക്ഷേ CH3CH2CH എന്നുള്ള കോമ്പൗണ്ട് ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ഇവിടെ വരില്ല. അതുകൊണ്ട് ഏത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഈ കോമ്പൗണ്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഓക്സിജൻ ഇല്ലാത്ത ഭാഗത്ത് ഡബിൾ ബോണ്ട് ഓ കൊടുക്കുക, CH3CHO. ഓക്സിജൻ ഉള്ള സൈഡിൽ 2 എച്ചിനെ കൊടുക്കുക, CH3COCH3. CH3COCH3യും CH3CHOയും തമ്മിൽ ക്രോസ് നടന്നാൽ ഈ കോമ്പൗണ്ട് കിട്ടും. അതുകൊണ്ട് ഇത് പ്രൊഡക്റ്റ് ആയിട്ട് വരാം. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ട്രിക്കാണ്. ഇത് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ